ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് വിബി ജി റാംജി തൊഴിലുറപ്പിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. വിബി ജി റാംജി തൊഴിലുറപ്പ് പദ്ധതിയുടെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ 2006 ഫെബ്രുവരിയിൽ രാജ്യത്തെ 200 ജില്ലകളിൽ ആരംഭിച്ച പദ്ധതിയിൽ വയനാട്, പാലക്കാട് ജില്ലകളെ ഉൾപ്പെടുത്തിയിരുന്നു. 2007 ഇടുക്കി, കാസർഗോഡ് ജില്ലകളെ കൂടി ചേർത്തു. 2008 എല്ലാ ജില്ലകളിലേക്കും തൊഴിലുറപ്പ് പദ്ധതി വ്യാപിച്ചു. കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കുന്ന കൂലി 369 രൂപയാണ്. വിംചി റാംജിയിലെ 2025 ഡിസംബർ 18 പാർലമെൻറ്റ് പാസാക്കിയ ബില്ലിൽ ഡിസംബർ 21 രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെച്ചു. ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ വിബി ജി റാംജി എന്നാണ് പദ്ധതിയുടെ മുഴുവൻ പേര്. ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ, ഉപജീവന അടിസ്ഥാന സൗകര്യങ്ങൾ, ദുരന്ത പ്രതിരോധം എന്നിങ്ങനെ 4 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. പദ്ധതി ഇങ്ങനെയാണ് നടപ്പാക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാന മാറ്റങ്ങൾ: തൊഴിൽ ദിനങ്ങൾ 125 ദിവസമാണ്. ആവശ്യപ്പെട്ടാൽ 15 ദിവസത്തിനകം ജോലി നൽകണം. നൽകാത്ത പക്ഷം തൊഴിലില്ലായ്മ വേതനം കൊടുക്കേണ്ടി വരും. തൊഴിൽ നൽകി 15 ദിവസത്തിനുള്ളിൽ വേതനം കാലതാമസം വന്നാൽ നഷ്ടപരിഹാരം നൽകണം. വേതനത്തിൻ്റെ 60% കേന്ദ്രവും 40% സംസ്ഥാന സർക്കാരുകളും വഹിക്കണം. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 100% കേന്ദ്രം വഹിക്കും. വടക്ക് കിഴക്കൻ ഹിമാലയൻ സംസ്ഥാനങ്ങൾക്ക് 90% കേന്ദ്രം വഹിക്കും. കൃഷിപ്പണിക്കാർ കൂടുതൽ സമയങ്ങളിൽ തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കാൻ വർഷത്തിൽ 60 ദിവസം വരെ പദ്ധതിക്ക് ഇടവേള നൽകും. ഗ്രാമീണ തൊഴിൽ മേഖലയുടെ ശാക്തീകരണം ലക്ഷ്യമാക്കി 2005 പാർലമെൻറ്റ് പാസാക്കിയ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2006 നടപ്പിലാക്കിയത്. 2008 എല്ലാ ജില്ലകളിലേക്കും വ്യാപിച്ചു. 2009 പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പദ്ധതിക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പേരിട്ടു. 2 പതിറ്റാണ്ടുകൾക്കിപ്പുറം പദ്ധതിയുടെ പേരിലും ചട്ടങ്ങളിലും മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു? ഗ്രാമീണ മേഖലയുടെ ശാക്തീകരണം ലക്ഷ്യമാക്കി 2005 പാർലമെൻറ്റ് പാസാക്കിയതാണ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് ഇതിനാദ്യം അറിയപ്പെട്ടിരുന്നത്. അതിൻ്റെ പേരാണ് ഇപ്പോൾ മാറ്റിയത്. അന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് ഈ പദ്ധതി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പേരിട്ടത്. എന്നാൽ വിബി ജി റാംജി എന്നാണ് അറിയപ്പെടുന്നത്. 2025 ഡിസംബർ 18 പാർലമെൻറ്റ് അത് പാസ്സാക്കിയത് നമുക്കറിയാം. ഡിസംബർ 21 രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെക്കുകയും ചെയ്തു. അപ്പം പാർലമെൻറ്റ് പാസ്സാക്കണം. പാർലമെൻ്റ് എന്ന് പറഞ്ഞാൽ ലോകസഭയും രാജ്യസഭയും പ്രസിഡൻറ്റും ചേരുന്നതാണ് പാർലമെൻറ്റ്. അപ്പോൾ 2025 ഡിസംബർ 18 പാർലമെൻറ്റ് അത് പാസ്സാക്കിയപ്പോൾ അവസാനം ഒപ്പിട്ടത് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. അങ്ങനെ അത് ലോകസഭയിൽ അതായതിനു ശേഷം കേന്ദ്ര ഗ്രാമവികസന മന്ത്രി. അപ്പോൾ കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ്. അപ്പോൾ കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ്. ഇത് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്ന് വെച്ചാൽ വിബി ജി റാംജി. അതിൻ്റെ ഫുൾ ഫോമാണ് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നാണ് പദ്ധതിയുടെ മുഴുവൻ പേര്. അപ്പം 100 ദിവസമായിരുന്നല്ലോ. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി 100 ദിവസമായിരുന്നു. അത് 125 ദിവസത്തിലോട്ട് വന്നു. തൊഴിൽ ആവശ്യപ്പെട്ടാൽ 15 ദിവസത്തിനകം ജോലി നൽകണമെന്നുള്ളത് ഇത് കൊണ്ടുവന്നു. അല്ലെങ്കിൽ തൊഴിലില്ലാ വേതനം അവർക്ക് നൽകണമെന്നുള്ളതാണ്. പിന്നെ തൊഴിൽ നൽകി 15 ദിവസത്തിനുള്ളിൽ വേതനം കാലതാമസം വന്നാൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊന്നും മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്കില്ലായിരുന്നു. പക്ഷേ വിബി ജി റാംജി വന്നപ്പോൾ അതിൽ ഇത്രയും മാറ്റങ്ങൾ വന്നു. അത് ശരിക്കും ഇത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ എല്ലാവർക്കും വളരെ ഉപകാരമാകുന്ന ഒരു സംഭവമാണിത്. അതുപോലെ വേതനത്തിൻ്റെ 60% കേന്ദ്രവും 40% സംസ്ഥാന സർക്കാരുകളും വഹിക്കണമെന്നുള്ളതാണ്. പക്ഷെ അതും നല്ല കാര്യമാണ്. 60% പ്രത്യേകം ശ്രദ്ധിക്കുക. കേന്ദ്രത്തിന് 60%, എന്നാൽ സംസ്ഥാനങ്ങൾക്ക് അത് 40%. അങ്ങനെ 100% കേന്ദ്രവും സംസ്ഥാനവും കൂടെ വഹിച്ചുകൊണ്ട് നടത്തുന്നതാണ്. അതുപോലെ വടക്ക് കിഴക്കൻ ഹിമാലയ സംസ്ഥാനങ്ങൾക്ക് 90% കേന്ദ്രം വഹിക്കും എന്നുള്ളതാണ്. വടക്കും കിഴക്കും എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജമ്മു കാശ്മീർ മുതൽ അരുണാചൽ പ്രദേശ് 7 സിസ്റ്റേഴ്സ് കിടക്കുന്ന കിഴക്ക് ഭാഗത്താണ്. അപ്പോൾ അവിടെയൊക്കെ 90% കേന്ദ്രം വഹിക്കും എന്നുള്ളതാണ്.
അതുപോലെ കൃഷിപ്പണികൾ കൂടുതലുള്ള സമയങ്ങളിൽ തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കാൻ വർഷത്തിൽ 60 ദിവസം വരെ പദ്ധതിക്ക് ഇടവേളയും നൽകും. അപ്പോൾ എന്തുകൊണ്ട് വളരെ നല്ലൊരു പദ്ധതിയാണിത്. നടന്നു പോയാൽ വളരെ നല്ലതാണ് അല്ലേ. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ ചരിത്രം പറയുകയാണെങ്കിൽ 2005 പാർലമെൻറ്റ് പാസ്സാക്കിയത്. അത് 2006 ആയപ്പം ഫെബ്രുവരിയിൽ രാജ്യത്ത് 200 ജില്ലകളിൽ അത് ആരംഭിക്കുകയും ആദ്യം വയനാടും പാലക്കാടും ആയിരുന്നു. അപ്പോൾ പദ്ധതി വ്യാപിച്ചു. കേരളത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കുന്ന കൂലി 369 രൂപയാണ്. അപ്പോൾ 2006 ആയപ്പോൾ 200 ജില്ലകളിൽ വ്യാപിച്ചു. 2007 ആയപ്പോൾ ഇടുക്കിയും കാസർഗോഡ് ജില്ലകൾ കൂടി ചേർത്തു. 2008 എല്ലാ ജില്ലകളും. അപ്പോൾ 2008 ആയപ്പോഴാണ് എല്ലാ ജില്ലകളിലും വ്യാപിച്ചതെന്ന് ഓർത്ത് വയ്ക്കുക. 369 രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ രൂപ. അതുപോലെ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. അപ്പോൾ ഇത് ഗ്രാമങ്ങളിലുള്ളതാണ് VBG റാംജി. എന്നാൽ നഗരപ്രദേശങ്ങളിലാണെങ്കിൽ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയാണ്. നഗരപ്രദേശങ്ങളിലെ അവിക്ത കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധയുള്ളവർക്ക് പദ്ധതിയിൽ അംഗങ്ങളാകാം. കേരളത്തിലെ എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമാണ് പദ്ധതി നടപ്പാക്കുന്നത്. അപ്പം നമുക്കറിയാം, ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ പഞ്ചായത്തുകളാണ്. പഞ്ചായത്ത് ലെവലിൽ വരുന്നതാണ് VBG റാംജി. എന്നാൽ നഗരപ്രദേശങ്ങൾ പറയുമ്പോൾ അവിടെ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അവിടെ വരുന്ന അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയാണ്. അപ്പോൾ ഗ്രാമത്തിലാണ്, പഞ്ചായത്ത് ലെവലിലാണ് VBG റാംജിയും. എന്നാൽ മുനിസിപ്പാലിറ്റിയിലൊക്കെ വരുന്നത്, കോർപ്പറേഷനിൽ വരുന്നതും അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുമാണ്.